ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും പണം പിരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ഏതു വിധേനയും ചെറുക്കുമെന്ന് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. ഗവൺമെന്റിന്റെ പ്രവൃത്തികളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുന്നതിനായി സെപ്റ്റംബർ 20-ന് കട്ടപ്പനയിൽ വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ക്രമവൽക്കരണം എന്ന പദമുപയോഗിച്ച് ജനങ്ങൾ നിയമാനുസൃതം പതിറ്റാണ്ടുകളായി നികുതി അടിച്ചുപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾക്ക് അധിക തുക ഈടാക്കിക്കൊണ്ട് കൊള്ള നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും UDF ഇടുക്കി ജില്ലാ നേതൃത്വം ആരോപിച്ചു. മലയോര മേഖലയിലെ കർഷകരുടെ കൈവശ ഭൂമിയായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജനങ്ങളെ വഞ്ചിച്ചു എന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് UDF ജില്ലാ നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ നടത്തിയിട്ടുള്ള നിർമ്മാണമെല്ലാം നിയമവത്കരിച്ചുകൊണ്ടും കെട്ടിട നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടും ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കാമായിരുന്നല്ലോ. അവ ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നതിനുള്ള തീരുമാനം അതിന്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? അത് സർക്കാരിൻ്റെത് മാത്രമല്ലേ? അങ്ങനെ ആ ഒരു തീരുമാനമെടുത്ത് 6 വർഷക്കാലം ഇടുക്കിയിലെ ജനങ്ങളെ പീഡിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിയമാനുസൃതം നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞ് അതിന് പിഴ ചുമത്തി ആളുകളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഗവൺമെന്റ് മുമ്പോട്ട്. മലയോര മേഖലയിലെ ജനങ്ങളുടെ കൈവശഭൂമി കൃഷിക്കും വീട് വയ്ക്കുവാനും മറ്റും ആവശ്യങ്ങൾക്കുമെന്ന് മാത്രം എഴുതി ചേർക്കേണ്ടതിന് പകരം ക്രമവൽക്കരണം എന്ന പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ അംഗീകരിക്കുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ 1 രൂപ പോലും ജില്ലയിലെ കർഷകരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കില്ല. ഗവൺമെന്റിന്റെ ചെയ്തികളെ പൊതുമധ്യത്തിൽ തുറന്നുകാട്ടുന്നതിനായി സെപ്റ്റംബർ 20-ന് ഉച്ചകഴിഞ്ഞ് കട്ടപ്പനയിൽ വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിൽ എല്ലാ മണ്ഡല കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് സായാഹ്ന സദസ്സ് സംഘടിപ്പിക്കുമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, മറ്റു നേതാക്കളായ AP ഉസ്മാൻ, MT അർജുനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.